പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഒരു സ്തൂപമായി ഇറാനിലെ പരമോന്നതകാരി അയത്തുള്ള അൽ ഖമനിയെ ലോകരാജ്യങ്ങൾ തന്നെ വാഴ്ത്തുമ്പോൾ ഇസ്രയേൽ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുന്ന അവസ്ഥയാണ്. ഒറ്റ ദിവസം കൊണ്ട് ഖമനയുടെ പ്രസംഗം ലക്ഷോപലക്ഷം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖമനയി പറഞ്ഞ വാക്കുകൾ ഇറാനെ മാത്രമല്ല ലോക രാജ്യങ്ങളെ ചിന്തിപ്പിക്കുന്നു. ഞങ്ങളുടെ പരമാധികാരത്തിൽ കൈയിടാൻ ആർക്കാണ് അധികാരം? ഞങ്ങൾക്ക് ആണവ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്യ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയേ പറ്റൂ. അത് മാനവിക നഷ്ടത്തിന് വേണ്ടിയോ മാനവികതയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിലേക്ക് വേണ്ടിയോ അല്ല. അങ്ങനെയെങ്കിൽ ഈ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേലും US-നുമൊക്കെ എത്രമാത്രം ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ട്? ഖമനയുടെ ഈ വാക്കുകൾക്ക് UN-ന് പോലും വ്യക്തമായ ഉത്തരമില്ല. ഖമനയുടെ ശക്തമായ രാഷ്ട്രീയ നിരൂപണം, അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന വാക്കുകൾ ഇറാനിലെ 3 ആണവ സമ്പുഷ്ടീകരണ ശാലകളും പ്രത്യേകിച്ച് ഫോർദോ അടക്കമുള്ളിടത്ത് അമേരിക്ക പ്രത്യാക്രമണം നടത്തി എന്നത് വെറും പൊള്ളയായ വാദമാണെന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇറാൻ പൊളിച്ചടുക്കി തീർത്തു. ഇപ്പോഴിതാ ഖമനയി ഒരു ഹീറോ ആയി മാറുകയാണ്. 86-ാം വയസ്സിൽ ഖമനയിയെ തേടി ലോകരാജ്യങ്ങൾ വിവിധ നേതാക്കൾ അഭിനന്ദനവുമായി വരുമ്പോൾ പാകിസ്ഥാനാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഭീകരവാദം ഏറ്റവും കൂടുതൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ടെറർ ഫണ്ടിങ്ങിന് എല്ലാ രീതിയിലും പാകിസ്ഥാൻ്റെ മിലിറ്ററി നേരിട്ട് സഹായിക്കുന്ന അവിടുത്തെ സൈനിക തലവൻ ഭീകര ക്യാമ്പുകൾ നിരന്തരം സന്ദർശിക്കുന്ന അസിം മുനീർ എന്ന യുദ്ധവെറിയൻ ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ളത് ഇപ്പോൾ പാകിസ്ഥാന് കൃത്യമായും പാകിസ്ഥാൻ്റെ ഭീകര ടെറർ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം ഇന്ത്യ പറഞ്ഞതിൽ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തള്ളിക്കളയാതെ അംഗീകരിച്ചതിലെ തിരിച്ചടി കൂടി ട്രംപിന് ലഭിച്ചിരിക്കുകയാണ്. ഖമനയി വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്: ഇറാൻ ആണവ സമ്പുഷ്ടീകരണം തുടരും എന്ന് മാത്രമല്ല, ആ പദ്ധതി ആരെങ്കിലും തകർക്കാൻ ശ്രമിച്ചാൽ അത് ഒരു ഓർമ്മ മാത്രമായിരിക്കും. അവരുടെ വലിയ നഷ്ടക്കണക്കുകളായിരിക്കും പിന്നെ അവരുടെ രാജ്യത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇറാനിൽ നഷ്ടക്കണക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ, ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ ഉണ്ടായ നഷ്ടക്കണക്ക് എന്നത് ഒരുപക്ഷെ അത് വിലമതിക്കാൻ കഴിയാത്ത രീതിയിൽ, പ്രത്യേകിച്ചും ടെൽ അവീവും ഹൈഫയും ഒക്കെ കത്തിച്ചാമ്പലാവുന്ന കാഴ്ച നെതന്യാഹുവിന് നോക്കി നിൽക്കേണ്ടി വന്നു. യുദ്ധവെറിയനായ നെതന്യാഹുവിനെ കണക്കിന് പ്രഹരം നൽകിക്കൊണ്ട് ഖമനയി നടത്തിയ ഈ ചെറുത്തുനിൽപ്പാണ് ലോകരാജ്യങ്ങളുടെ നേതാക്കൾ നിർത്താതെ കൈയടിക്കുന്നതിൻ്റെ പ്രധാന കാര്യം.